മൺസൂൺ സമയമാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന പമ്പുകളാണ് ഡീവാട്ടറിംഗ് പമ്പ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് സബ്മേഴ്സിബിൾ ടൈപ്പ് പമ്പുകളാണ്. മഴവെള്ളം വരുമ്പോൾ നന്നായിട്ട് വേസ്റ്റും അതുപോലെ പൊടിയും ചെളിയും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് നമ്മൾ സാധാരണ ഓപ്പൺ ബെൽ സബ്മേഴ്സിബിൾ പമ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് സ്റ്റക്കപ്പ് ആകാനും അതുപോലെ ഇമ്പലർ ജാം ആകാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. കാരണം അതിന്റെ ഇമ്പലർ സാധാരണ ഓപ്പൺ ബെൽ സബ്മേഴ്സിബിളിന്റെ ഇമ്പലറെല്ലാം തന്നെ ക്ലോസ്ഡ് ടൈപ്പ് ആയിട്ടുള്ള ഈ കാണുന്ന പോലെ ക്ലോസ്ഡ് ടൈപ്പ് ആയിട്ടുള്ള ഇമ്പലറാണ്. അപ്പൊ ഈ വെയിൻ ഗ്യാപ്പ് കുറവാണ്. ഈ വെയിൻ ഗ്യാപ്പിന്റെ ഉള്ളിൽ വേസ്റ്റ് ഏറി അടയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ബുഷ് ഡാമേജ് ആകാനുള്ള ചാൻസും കൂടുതലാണ്. എന്നാൽ നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് വരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഓപ്പൺ ടൈപ്പ്, ഈ കാണുന്ന പോലെ ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ഇമ്പല്ലറുകളാണ്. അപ്പൊ ഈ കാണുന്ന വെയിൻസിന്റെ ഉള്ളിൽ ഒരിക്കലും വേസ്റ്റ് ജാം ആവത്തില്ല. ഇതിനിടയിൽ വരുന്ന വേസ്റ്റുകളെല്ലാം പമ്പ് പുറത്തോട്ട് പമ്പ് ചെയ്ത് കളയാനും സാധിക്കും. ഇന്ന് എന്റെ ഇവിടെ കുറച്ച് സബ്മേഴ്സിബിൾ പമ്പുകളുണ്ട്. അപ്പൊ അതിനെ നമുക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഈ കാണുന്ന പോലെ കുറച്ച് സബ്മേഴ്സിബിൾ പമ്പ്, വൈഡ് റേഞ്ച് ഓഫ് സബ്മേഴ്സിബിൾ പമ്പ് എന്റെ കയ്യിലുണ്ട്. ഇതെല്ലാം ഡീവാട്ടറിംഗ് ടൈപ്പിൽ വരുന്ന ഒരു കാറ്റഗറി പമ്പുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 1.5 HP മുതൽ 10 HP വരെയുള്ള സബ്മേഴ്സിബിൾ പമ്പ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഓരോ പമ്പുകളും അതിന്റെ ഉപയോഗവും നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞൻ പമ്പിനെ പരിചയപ്പെടാം. ഇത് 0.5 HP പമ്പാണ്. ഇത് ക്രോംപ്ടൺ ബ്രാൻഡിന്റെ ഒരു പമ്പാണ്. ഇതിന്റെ മാക്സിമം ഹെഡ് റേഞ്ച് വന്നിട്ട് നമുക്ക് 8 മീറ്റർ ആണ് ഇതിന്റെ മാക്സിമം ഹെഡ്. അതുപോലെ ഇതിന്റെ മാക്സിമം ഡിസ്ചാർജ് എന്ന് പറയുന്നത് 10,500 ലിറ്റർ ആണ്. അതായത് 170 LPM ആണ് ഈ ഒരു പമ്പിന്റെ ഡിസ്ചാർജ്. അതുപോലെ തന്നെ ഇതിന്റെ സോളിഡ് ഹാൻഡിങ് സൈസ് എന്ന് പറയുന്നത് 20 mm വരെയുള്ള സോളിഡ് നമുക്ക് ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകാനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പമ്പിന്റെ പൈപ്പ് സൈസ് എന്ന് പറയുന്നത് 1.25 ഇഞ്ചാണ് ഈ ഒരു പൈപ്പിന്റെ ഡെലിവറി സൈസ്. ഈ പമ്പ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വീടുകളിലും അതുപോലെ ചെറിയൊരു ഓഫീസ് സ്പേസിലും ഒക്കെ വരുന്ന വെള്ളം നമുക്ക് പമ്പ് ചെയ്ത് കളയാനും അതുപോലെ മഴവെള്ളവും അതുപോലെ STPയിലെ വെള്ളവും ഒക്കെ നമുക്ക് പമ്പ് ചെയ്ത് കളയാൻ നമുക്ക് ഈ ഒരു പമ്പ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പമ്പാണ്. രണ്ടാമത്തെ മോഡല് 1 HP പമ്പാണ്. ഇതും ക്രോംപ്ടന്റെ ബ്രാൻഡാണ്. STPM 212 എന്നാണ് ഈ മോഡലിന്റെ പേര്. 11 മീറ്റർ ആണ് ഈ പമ്പിന്റെ ഹെഡ്. അതുപോലെ തന്നെ 400 LPM ആണ് ഈ പമ്പിന്റെ മാക്സിമം ഡിസ്ചാർജ്. അതായത് 24,000 ലിറ്റർ പെർ അവർ നമുക്ക് ഡിസ്ചാർജ് ഈ പമ്പിന് കിട്ടും. ഇതിന്റെ പൈപ്പ് സൈസ് വന്നിട്ട് 2 ഇഞ്ചാണ് ഇതിന്റെ പൈപ്പ് സൈസ്. ഇതിന്റെ സോളിഡ് ഹാൻഡ്ലിംഗ് സൈസ് വന്നിട്ട് 30 mm വരെയുള്ള സോളിഡ് നമുക്ക് ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ പമ്പിൽ സിംഗിൾ ഫേസിലും 3 ഫേസിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ പമ്പ് ഉപയോഗിക്കുന്നത് അതും നേരത്തെ പോലെ നമ്മുടെ കുറച്ചുകൂടെ വലിയ ഏരിയക്കകത്ത് ഉപയോഗിക്കുന്ന വീടുകളിലും അതുപോലെ ഓഫീസ് സ്പേസിലും ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലുകളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ STP ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ നമുക്ക് സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ സെയിം മോഡൽ തന്നെയാണ് 2 HP. കുറച്ചും കൂടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് തമ്മിലുള്ള 1 HP 2 HP തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് 14 മീറ്റർ ഹെഡ് കിട്ടും. 1 HP 11 മീറ്റർ ഹെഡ് കിട്ടും. ഇത് വന്നിട്ട് 14 മീറ്റർ ഹെഡ് കിട്ടും. ഇതിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 600 LPM ഡിസ്ചാർജ് ആണ്. അതായത് ഇത് 36,000 ലിറ്റർ നമുക്കിത് മാക്സിമം ഡിസ്ചാർജ് ഇതിനകത്ത് കിട്ടും. സോളിഡ് ഹാൻഡ്ലിംഗ് സൈസ് സെയിം തന്നെയാണ്. 30 mm ആണ് ഇതിന്റെയും സോളിഡ് ഹാൻഡ്ലിംഗ് സൈസ്. അതിൽ ഇത് 2 ഇഞ്ചാണ് ഇതിന്റെ ഡെലിവറി സൈസ്. നാലാമത്തെ മോഡലാണ് ഈ പമ്പ്. ഇത് 3 HP പമ്പാണ്. ഇതിന് ഹെഡ് റേഞ്ച് വന്നിട്ട് ഇത് നമുക്ക് 18 മീറ്റർ വരെ മാക്സിമം ഇതിനകത്ത് ഹെഡ് റേഞ്ച് ഉണ്ട്. അതുപോലെ ഇതിന് വ്യത്യാസം എന്ന് പറയുന്നത് മറ്റേതെല്ലാം 2 ഇഞ്ചാണെന്നെങ്കിൽ ഈ പമ്പിന്റെ സൈസ് 3 ഇഞ്ചാണ് ഇതിന്റെ ഡെലിവറി സൈസ്. അപ്പൊ ഈ ടൈപ്പ് സിംഗിൾ ഫേസിലും 3 ഫേസിലും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്ചാർജ് വന്നിട്ട് 700 LPM ആണ്. അതായത് 48,000 ലിറ്റർ നമുക്ക് ഒരു മണിക്കൂറിൽ പമ്പ് ചെയ്യാൻ ഈ പമ്പിനെ കൊണ്ട് കഴിയും. അതുപോലെ ഇതിന്റെ സോളിഡ് ഹാൻഡ്ലിംഗ് സൈസ് വന്നിട്ട് 40 mm ആണ് ഇതിന്റെ സോളിഡ് ഹാൻഡ്ലിംഗ് സൈസ്. ഈ പമ്പ് ഉപയോഗിക്കുന്നത് കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. പമ്പ് കുറച്ച് ഹെവി ആയിട്ടുള്ള പമ്പാണ്. അതുകൊണ്ട് തന്നെ ഹെവി ആപ്ലിക്കേഷൻ വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരിക. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പമ്പ് ചെയ്യേണ്ടി വരിക. അങ്ങനെയുള്ള ആപ്ലിക്കേഷനിലാണ് ഈ പമ്പ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇതിനകത്ത് 48,000 ഡിസ്ചാർജ് വെള്ളം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ഏരിയ, ഒരു പുരയിടം, അതുപോലെ തന്നെ കൃഷി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പമ്പാണ്. അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റിന്റെ അണ്ടർഗ്രൗണ്ടിനകത്ത് ചിലപ്പോൾ വെള്ളം കയറാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അടുത്തായിട്ട് 3 HP കഴിഞ്ഞാൽ നമ്മൾ നേരെ 7 HP പോകുന്നത്. ഇതിനിടയ്ക്ക് 5 HP ഒരു പമ്പും ഉണ്ട്. അത് ഏകദേശം ഇതിന്റെ സെയിം പെർഫോമൻസ് തന്നെ വരുന്നതുകൊണ്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് 7 HP പോയി. ഈ ഒരു പമ്പ് നോക്കിക്കഴിഞ്ഞാൽ മറ്റെല്ലാ പമ്പുകളും സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പുകളാണെങ്കിൽ ഈ ഒരു പമ്പ് കാസ്റ്റ് ആൻഡ് ബോഡിയാണ്. അതായത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. റഫ് ആപ്ലിക്കേഷന് വേണ്ടി നല്ല റഗഡ് ആയിട്ടാണ് ഈ ഒരു പമ്പിന്റെ കൺസ്ട്രക്ഷൻ. ഈ ഒരു പമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഹെഡ് വന്നിട്ട് 22 മീറ്റർ ആണ് ഇതിന്റെ മാക്സിമം ഹെഡ്. അതുപോലെ ഇതിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 1,500 LPM ആണ് ഇതിന്റെ മാക്സിമം ഡിസ്ചാർജ്. അതായത് ഒരു മണിക്കൂറിൽ 90,000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാൻ ഈ പമ്പിനെ കൊണ്ട് സാധിക്കും. അതുപോലെ ഈ പമ്പിൽ നമുക്ക് ഇതിന്റെ സോളിഡ് ഹാൻഡ്ലിംഗ് സൈസ് എന്ന് പറയുന്നത് 50 mm സൈസ് ആണ്. അതായത് ഏകദേശം 1.5 ഇഞ്ച് സൈസിലുള്ള ഒരു മെറ്റലോ അല്ലെങ്കിൽ അത്രയും സൈസുള്ള എന്തെങ്കിലും സോളിഡ് പീസ് ഇതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ പമ്പ് പുറത്തോട്ട് തള്ളും. ഇതിനകത്ത് സ്റ്റക്കപ്പ് ആവാനുള്ള ചാൻസുകൾ ഒന്നും തന്നെ ഇല്ല. അത്രയും സൈസ്
ആയിട്ടുള്ള വേസ്റ്റിൽ ഹാൻഡിൽ ചെയ്യാൻ ഈ പമ്പിനെ കൊണ്ട് സാധിക്കും. ഈ പമ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ പാടങ്ങളിലും അതുപോലെ പിന്നെ നമ്മുടെ വലിയ വലിയ അപ്പാർട്ട്മെന്റ്സിന്റെ അണ്ടർഗ്രൗണ്ടുകളിൽ വെള്ളം പെട്ടെന്ന് തന്നെ ഡീവാട്ടറിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളിൽ ഒത്തിരി വെള്ളം കയറുന്ന സമയത്ത് ഈ വെള്ളം പമ്പ് ചെയ്യാനൊക്കെ ഈ പമ്പ് സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഈ പമ്പ് വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ തൃശ്ശൂരിലെ മൃഗശാലയിൽ ഹിപ്പോപ്പൊട്ടാമസിനെ കുളിപ്പിച്ചിട്ട് അതിന്റെ വേസ്റ്റ് എല്ലാം വരുന്ന ഒരു സ്ലറി യൂണിറ്റിൽ നമ്മൾ ഈ പമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന പോലെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസ്ചാർജ് ഈ പമ്പിൽ നമുക്ക് അന്ന് കിട്ടി. അതിന്റെ വീഡിയോസ് ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളിലും ഈ പമ്പ് നമുക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് നല്ല സക്സസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഈ കാണുന്ന പമ്പ് 10 HP ആണ്. ക്രോംപ്ടൺ ബ്രാൻഡിന്റെ ആണ്. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഏകദേശം ഒരു 3 അടിയോളം ഹൈറ്റ് ഈ പമ്പിനുണ്ട്. അതുപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ട്. ചെറിയ വെയിറ്റ് ഒന്നുമല്ല, ഏകദേശം ഒരു 110 കിലോ വെയിറ്റ് ഈ പമ്പിനുണ്ട്. അത്രത്തോളം റഗഡ് ആയിട്ടുള്ള സൂപ്പർ സ്ട്രോങ് ഹെവി ആയിട്ടുള്ള ഒരു പമ്പാണ്. ഈ പമ്പിന്റെ ഹെഡ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 29 മീറ്റർ ആണ് ഇതിന്റെ മാക്സിമം ഹെഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 1850 LPM ആണ്. അതായത് 1,11,000 ലിറ്റർ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിൽ ഈ പമ്പിന് പമ്പ് ചെയ്യാൻ കഴിയും. ഇതിന്റെ ഡെലിവറി സൈസ് 4 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇതിന്റെ സോളിഡ് ഹാൻഡ്ലിംഗ് സൈസ് എന്ന് പറയുന്നത് 50 mm ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വലിയ സൈസിലുള്ള പ്രോഡക്ട്സ് എല്ലാം ഇതിൽ കൂടെ നമുക്ക് പമ്പ് ചെയ്ത് കളയാൻ പറ്റും. ഈ പമ്പ് സാധാരണ ഉപയോഗിക്കുന്നത് ക്വാറികളിലും അതുപോലെ പബ്ലിക് സ്പേസുകളിലും അതുപോലെ അത്രത്തോളം വെള്ളം നമുക്ക് ഭയങ്കര ക്വാണ്ടിറ്റിയിൽ വെള്ളം പമ്പ് ചെയ്ത് കളയണമോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ കോർപ്പറേഷൻ പോലെ സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റും അതുപോലെ സ്ലറി എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ പമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്സിമം നമുക്കിത് പമ്പ് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ കുറച്ച് പമ്പുകൾ ഉണ്ടായിരുന്നു. 1/2 HP മുതൽ 10 HP വരെയുള്ള പമ്പുകൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെല്ലാം ബെയറിംഗിൽ ഓടുന്ന പമ്പുകളാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇമ്പലേഴ്സ് എല്ലാം തന്നെ ഓപ്പൺ ടൈപ്പ് ഇമ്പലറാണ്. ഇതൊന്നും തന്നെ ക്ലോസ്ഡ് ഇമ്പലറാണ്. അപ്പൊ ഞാൻ ഒരു സീവേജ് സബ്മേഴ്സിബിൾ പമ്പിന്റെ ഷാഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കാണാൻ പറ്റും 2 എൻഡിലും ബെയറിംഗ് ഫ്രീ ആയിട്ട് കറങ്ങാൻ നമുക്കിത് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ബെയറിംഗ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ പമ്പുകളെല്ലാം തന്നെ ഞാൻ ഈ കാണിക്കുന്ന 1/2 HP മുതൽ 10 HP വരെയുള്ള എല്ലാ പമ്പുകളും തന്നെ നമുക്കിത് ഹൊറിസോണ്ടലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു ഹൈറ്റിന്റെ താഴോട്ടുള്ള വെള്ളം മാത്രമേ ഈ പമ്പുകളെല്ലാം എടുക്കൂ എന്നുള്ള ഒരു കണ്ടീഷൻ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ അല്ലെങ്കിൽ ഏറ്റവും ബോട്ടം ലെവലിലുള്ള സ്ലറി പമ്പ് അല്ലെങ്കിൽ വെള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പമ്പ് നമുക്ക് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 100% ഗ്യാരണ്ടിയാണ്. നമുക്ക് യാതൊരു കംപ്ലൈന്റും വരില്ല. ആ സമയത്തും ഈ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതങ്ങ് കട്ട് ഓഫ് ആയെന്നുള്ളൂ. അതായത് വെള്ളം കുറഞ്ഞു ഈ ഒരു ലെവൽ എത്തുമ്പോൾ പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിക്കോളും. വേറെ യാതൊരുവിധമായ പ്രശ്നമില്ല. നമുക്ക് താഴെയുള്ള വെള്ളവും നമുക്ക് ഇതിനകത്ത് പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒറ്റ കണ്ടീഷൻ, ഇത് ഒത്തിരി ചെളിയുള്ള സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ കൊണ്ട് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ അനധികൃതമായി ഒത്തിരി റേഞ്ചിലുള്ള ചെളി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റക്കാവാൻ ചാൻസ് ഉണ്ടാവും. അത്രയും ചെളിയിൽ ഇതിങ്ങനെ മുങ്ങിയിരിക്കാതെ ഒരല്പം പൊക്കി വെച്ചിട്ട് നമുക്ക് താഴേറ്റം വരെയുള്ള വെള്ളം മാക്സിമം നമുക്കിത് ഡ്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനീ പറഞ്ഞ 10 HP ഈ ഒരു പമ്പില് ഏകദേശം ഇതൊരു 3.5 അടിയോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെർട്ടിക്കലായിട്ട് നിർത്തി കഴിഞ്ഞാൽ അത്രയും വെള്ളം അവിടെ നിൽക്കും. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഹൊറിസോണ്ടലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ 10 HP പമ്പില് കമ്പനി തന്നെ ഈ ഫ്ലോട്ട് സ്വിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു ഫ്ലോട്ട് സ്വിച്ച് നമുക്ക് ഇത് കാണാൻ പറ്റും. അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മോഡലിലാണ് ഈ ഫ്ലോട്ട് കൊടുത്തേക്കുന്നത്. ഇത് ഒരിക്കലും കണക്ഷൻ ഡയറക്റ്റ് പമ്പിൽ നിന്ന് വരുന്നതല്ല. ഇത് സ്റ്റാർട്ടറിൽ നിന്ന് നോവോൾട്ട് കോയിലിന്റെ കണക്ഷനിൽ നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡ്രൈ റൺ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പമ്പുകളെല്ലാം തന്നെ നമുക്കിത് ഹൊറിസോണ്ടൽ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സബ്മേഴ്സിബിൾ സീവേജ് പമ്പുകളെ പറ്റിയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ പറയാൻ സാധിച്ചു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ബെല്ലൈക്കൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കാൻ പറ്റും. കമന്റുകളായി നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാൻ പറ്റും. അതുപോലെ M&S എഞ്ചിനീയറിംഗ് കമ്പനിയെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.